എല്ലാവർക്കും നമസ്കാരം. വാമനാവതാരത്തിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ ഭാഗത്തിൽ ഞാൻ കുറച്ച് നിർത്തിയിരുന്നു. അതായത് വാനന്മാരെല്ലാവരും കൂടെ ഭൂമി ചുറ്റി എന്നൊക്കെ പറഞ്ഞു. അതിൽ ജാംബവാൻ എന്ന് പറയാൻ വിട്ടുപോയതല്ല, എനിക്ക് പെട്ടെന്ന് അത് കിട്ടാത്തതുകൊണ്ടാണ്. ഈ ജാംബവാനാണ് 21 പ്രാവശ്യവും ഭൂമിയിൽ വിളംബരം ചെയ്തു ഈ കാര്യങ്ങൾ. അതിനുശേഷം ഇദ്ദേഹം പാതാളത്ത് പോയി ഇദ്ദേഹത്തോട് പറഞ്ഞെന്താണോ അറിയോ? അസുര ചക്രവർത്തിയായ മഹാബലിയോട് പറഞ്ഞതെന്താ അറിയോ? മഹാബലി മഹാരാജാവേ, ഞാൻ അങ്ങയെ പാതാളത്തേക്ക് അയച്ചതിൻ്റെ കാരണം താങ്കൾ ദുഃഖിക്കേണ്ട. അതിന് ചില കാരണങ്ങളുണ്ട്. എന്താണ്? ഒന്നാമതായി താങ്കൾ എന്താണോ പറഞ്ഞത്? സ്വർഗവും ഭൂമിയും പാതാളത്തിൻ്റെയും രാജാവായി സ്വയം പ്രഖ്യാപിച്ചു. പക്ഷേ ഭൂമിയും സ്വർഗവും മാത്രമേ താങ്കൾ അനുഭവിച്ചുള്ളൂ. അപ്പോൾ പാതാളം കൂടിയും ആയിക്കഴിഞ്ഞാൽ താങ്കളുടെ അധികാരം പറഞ്ഞ വാക്ക് സത്യമാകണം എന്നുള്ളതുകൊണ്ടാണ് ഒന്നാമത്. രണ്ടാമത്, താങ്കളുടെ പിതാവ് ചെയ്ത ചില ദുഷ്കർമ്മത്തിൻ്റെ ഫലം, അച്ഛനമ്മമാർ ചെയ്തതിൻ്റെ ഫലം കുറച്ചെങ്കിലും പുത്രന് കിട്ടും. അതാണ് താങ്കളുടെ പിതാവ് ചെയ്തതിൻ്റെ ഫലം. പിന്നെ മൂന്നാമത് എന്താ വെച്ചാൽ, ഈ ദേവേന്ദ്രനെ പ്രീതിപ്പെടുത്തുക. താങ്കളെ ഉപദ്രവിച്ചാൽ ദേവേന്ദ്രൻ സന്തോഷപ്പെടും. അദ്ദേഹത്തിനെ പ്രീതിപ്പെടുത്തുക എന്നതാണ്. നാലാമത് എന്താണ്? താങ്കൾ സായുജ്യം ലഭിക്കണമെങ്കിൽ സുഖദുഃഖങ്ങൾ അനുഭവിക്കണം, സുഖവും ദുഃഖവും. പക്ഷെ താങ്കൾ സുഖം മാത്രമേ അനുഭവിച്ചുള്ളൂ, ദുഃഖം അനുഭവിച്ചിട്ടില്ല. അപ്പോൾ ദുഃഖം എന്തെന്നറിഞ്ഞാൽ മാത്രമേ, സുഖവും ദുഃഖവും അറിഞ്ഞാൽ മാത്രമേ സായുജ്യം ലഭിക്കുള്ളൂ. ആ സായുജ്യം ലഭിക്കുവാൻ വേണ്ടിയാണ് ഞാൻ താങ്കളെ ഇവിടെയുള്ള ദുഃഖവും താങ്കൾ അനുഭവിക്കണം. അതുകൊണ്ട് താങ്കൾ വ്യസനിക്കേണ്ട. ശ്രേഷ്ഠന്മാരിൽ ശ്രേഷ്ഠനാണ് എല്ലാം കൊണ്ടും. അടുത്ത മനുവിൽ ഞാൻ താങ്കളെ ഇന്ദ്രനാക്കി മാറ്റിത്തരാം എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു, താങ്കൾ എന്ത് ചെയ്താലും എനിക്ക് സന്തോഷമാണ്. പക്ഷേ എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, അത് സാധിച്ചു തന്നാൽ തരക്കില്ല. എന്താ? ഞാൻ ഭരിച്ചിരുന്ന ലോകത്തെ, അതായത് ഭൂമിയിലെ, ആദ്യം ആക്രമിച്ചു പറയുന്നത് എപ്പോഴറിയോ? അതിന് മുമ്പാണ്. അപ്പോൾ ഭൂമിയായിരുന്നു അദ്ദേഹം. സ്വർഗവും ഭൂമിയും ഒക്കെ ഒരേ സമയത്ത് ഭരിച്ചിരുന്ന കാലഘട്ടത്താണ് ഈ പാതാളത്തേക്ക് തയ്ക്കുന്നത്. ചിലർക്ക് സംശയം തോന്നുന്നു, ആദ്യം പറഞ്ഞു പിന്നെ രണ്ടാം പ്രാവശ്യം എങ്ങനെ വരുന്നു? അങ്ങനെയല്ല. അവിടെ ആക്രമിച്ച ശേഷം ഭൂമിയും അദ്ദേഹം കീഴടക്കി. ഭൂമിയിലാണ് അദ്ദേഹം ഭരിച്ചിരുന്നത്. സ്വർഗത്തെ ഭരിച്ചിരുന്നെങ്കിലും ഭൂമി അദ്ദേഹത്തിൻ്റെ ഇതിലായിരുന്നു, ഭൂമി ഭരിച്ചിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ പ്രജകളെ ഒന്ന് കാണണം. വർഷത്തിലൊരിക്കൽ എനിക്ക് അനുഭവിച്ചാൽ തരത്തില്ല, എൻ്റെ പ്രജകൾ സുഖത്തിലിരിക്കുന്നത് എനിക്ക് കാണണം എന്ന് പറഞ്ഞു. മഹാവിഷ്ണു അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അതാണ് ഓണ ദിവസം മാവേലിയെ വരുന്നു എന്നൊക്കെയാണ് വിശ്വാസം നമുക്ക് പറയുന്നത്. അതിൻ്റെ ബാക്കിൽ പല കഥകളുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ നല്ല ഭാഗങ്ങൾ മാത്രം എടുത്താൽ മതി. അതാണ് മഹാബലിയുടെയും വാമനൻ്റെയും കഥ. അപ്പോൾ ഇനി അടുത്ത് കഴിഞ്ഞ ഈ 3 എപ്പിസോഡിൽ ഞാൻ ഇത് കഴിഞ്ഞു. അടുത്തത് നമുക്ക് വരണം മത്സ്യാവതാരമാണ്. അതായത് അതും 8ാമത്തെ സ്കന്ധത്തിലാണ്. 24ാമത്തെ ശ്ലോകത്തോടുകൂടി അത് കഴിയും. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ ഞാൻ മത്സ്യാവതാരവും പറയാം. കേട്ടതിന് വളരെ നന്ദി. വളരെയധികം തെറ്റുകളുണ്ടാവും, എല്ലാം ക്ഷമിക്കുക, ദൈവത്തെ ഓർത്ത് ക്ഷമിക്കുക. കേട്ടതിന് വളരെ 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 നന്ദി. നമസ്കാരം.